എഴുത്തുകാരാ എന്തായി? വർക്കായി. ഓ നീ വാ. എടാ ഒരു വിധത്തിൽ പരിപാടി വർക്കാക്കി വന്നാ അപ്പോഴാ പ്രൊഡ്യൂസറുടെ അളിയൻ്റെ ഒരു കൂട്ടുകാരൻ വന്നു. എൻ്റെ അഖില വള്ളി എന്നൊക്കെ പറഞ്ഞാൽ ലോകവള്ളി. അവനൊക്കെ പറയുന്ന സജഷൻ നീ കേട്ടിരുന്ന ഈ സ്ക്രിപ്റ്റ് കത്തിച്ച് കളയാൻ പറഞ്ഞേനെ. എടാ കോർട്ട് റൂം ഡ്രാമയുടെ ക്ലൈമാക്സിൽ ഐറ്റം സോങ് വെക്കണം എന്ന് പറയുന്നത് ഇവൻ്റെ ഒന്നും മൈൻഡ് സെറ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സബ്ജക്റ്റിലും വർക്കാവുമെന്ന് വിചാരിച്ചു. ആമു പറയടി. എന്തായി? എടി പരിപാടി വർക്കാ. അവർ ഫുൾ സ്ക്രിപ്റ്റ് മെയിൽ അയക്കാൻ പറഞ്ഞു. ഇത് തന്നെയല്ലേ വിമലേട്ട എപ്പോഴും പറയുന്നത്. ഇതെങ്കിലും നടക്കുവോ? എടി അല്ലടി സെറ്റാ. അടുത്ത മാസം നമ്മുടെ പടമാണ്. എടി ഞാൻ വിളിക്കാം, അവരൊക്കെ വെയിറ്റ് ചെയ്യുക. എന്തെങ്കിലും കഴിച്ചോ? ആ ഞാൻ കഴിച്ചായിരുന്നു. എടി ഞാൻ വിളിക്കാവേ. ശരി. എടാ ബിസ്ക്കറ്റ് എന്തെങ്കിലും ഇരിപ്പുണ്ടോ? നിനക്ക് ഓർമ്മയുണ്ടാകില്ലേ സ്കൂളിൽ പഠിക്കുമ്പം ജോൺ സാറ് ആരാവണമെന്ന് ചോദിച്ചപ്പം ഞാൻ റൈറ്റർ ആവണമെന്ന് ഇംഗ്ലീഷിൽ പഞ്ച് ഡയലോഗ് അടിച്ചത്. അന്ന് നിങ്ങളെല്ലാവരും കൈയടിച്ച് വെറുതെ എന്നെ പ്രോത്സാഹിപ്പിച്ചു. നിങ്ങൾക്കത് വെറും ഒരു കൈയടി മാത്രമായിരിക്കും, പക്ഷേ എൻ്റെ ലൈഫിലെ ഹൈ മൊമെൻ്റ് ആയിരുന്നു അന്ന്. കഴിഞ്ഞ 20 വർഷമായിട്ട് അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓടിക്കൊണ്ടിരിക്കുക. സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്, വിമൽ മോഹൻ. സ്ക്രീനിൽ ക്രെഡിറ്റ് എഴുതി കാണിക്കുമ്പോൾ ഒരു 10 പേര് കൈയടിച്ചാൽ മതി. അത്രയുള്ള എൻ്റെ ആഗ്രഹം. നീ കഷ്ടപ്പെടുന്നതിൻ്റെ പോലെ നിനക്ക് എന്തായാലും കിട്ടും. എൻ്റെ അവസ്ഥ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഒരു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എന്നെപ്പോലുള്ളവരെ അനുഭവിക്കുന്ന മെൻ്റൽ ട്രോമ ആരും കണ്ടിട്ടില്ല. കൈപ്പത്ത് പൈസ ഇല്ലാതെ പണയം വെച്ച മാലയുടെ പലിശ അടയ്ക്കാനുള്ള കാശില്ലാതിരിക്കുന്ന എൻ്റെ മാനസികാവസ്ഥ നീ ഒന്ന് ആലോചിച്ചു നോക്കി. ഈ നെഗറ്റിവിറ്റി നിന്നിട്ടാണ് ഞാൻ ഈ ഫീൽ ഗുഡ് ഫാമിലി ഡ്രാമയെല്ലാം എഴുതി ഉണ്ടാക്കുന്നത്. ഞാൻ ഈ എഴുതി ഉണ്ടാക്കുന്ന സ്ക്രിപ്റ്റിനകത്തെ പകുതി സന്തോഷം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നെങ്കിൽ ഞാനൊക്കെ രാജാവാടാ. ചിലപ്പോൾ തോന്നും എല്ലാം കൂടെ കൂട്ടി കെട്ടിയാലോ എന്ന്. പക്ഷെ വിട്ടുപോകാൻ തോന്നത്തില്ല. അടുത്തെവിടെയോ ഒരു വെളിച്ചമുള്ള പോലെ തോന്നും. ആ പ്രതീക്ഷയിൽ ഇത്ര നാൾ ഓടിയേ ഇനി എനിക്കറിയാൻ പാടില്ല. Sorry Vimal, this script won't work. നമുക്ക് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാം. ഓക്കെ വിമല, ഇപ്പം ട്രെൻഡ് ഇതല്ല. താനൊരു തിയേറ്റർ പരിപാടി എഴുതി കൊണ്ടുപോവാ. അത് കാണാനല്ലേ ആളുള്ളൂ. എടാ എടാ ഞാനിങ്ങോട്ട് വരുമ്പോഴേ വൈറ്റിലൊരു ലേഡി കണ്ടക്ടർ അവരുടെ മോളുമായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് എടാ അതിലൊരു പരിപാടിയുണ്ട്, ഞാൻ ഒന്ന് എഴുതി നോക്കാം. ഒന്നൂടെ തുടങ്ങാമീ സ്വപ്നങ്ങൾ നേടിയെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു പാറ പൊട്ടിക്കുന്ന പോലെയാണ്. ചുറ്റിക കൊണ്ട് 1 അടിച്ചു, 2 അടിച്ചു, 3 അടിച്ചു. ചിലപ്പോൾ 50ാമത്തെ അടി കൊണ്ടായിരിക്കും പാറ പൊട്ടുന്നത്. അപ്പം പാറ എങ്ങനെയാണ് പൊട്ടിയെന്ന് ചോദിച്ചാൽ 50ാമത്തെ അടി കൊണ്ട് മാത്രമാണ് പൊട്ടിയെന്ന് പറയാൻ പറ്റുമോ? ഒരു ദിവസം ഏത് പാറയും പൊട്ടും.